നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ചാവക്കാട് കടപ്പുറത്താണ്. അടിപൊളി സ്ഥലമാണ്. കടിക്ക് പോലുള്ള റോഡാട്ടോ. അടിപൊളി റോഡാ. കണ്ടില്ലേ? ഈ എന്ത് രസമാണ്. നല്ല സ്മൂത്ത് റോഡാണ്. നെയ്യ് പോലത്തെ റോഡ്. ആഹാ, അടിപൊളി. ഒരു കട്ടകരട് അങ്ങനെ ഒരു പ്രശ്നമില്ല. അടിപൊളി. കടപ്പുറത്തേക്ക് പോകുമ്പോൾ ഒരു സൈഡാണ് ഈ കാണുന്നൊക്കെ. കടപ്പുറത്തിന്റെ അവിടെ തന്നെ ആയിട്ടാണ് ഈ വീടുകളും കാര്യങ്ങളൊക്കെ. അവിടെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് കണ്ടോക്കാം. അത് നമ്മള് കടപ്പുറത്തിന്റെ അടുത്തെത്തി. ഇവരാണ് വലിയ വലിയ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യണ സ്ഥലം കേട്ടോ. ഈ സ്ഥലത്താണ്. നമ്മളിവിടെ ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആഹാ, എത്തി അല്ലേ? നമ്മളെത്തിയില്ലേ? അവസാനം നമ്മൾ ആ സ്ഥലത്തിലേക്ക് എത്തി. യെസ്, ഇവിടെയൊക്കെ ഫിഷിന്റെ കാര്യങ്ങളാന്ന് തോന്നുന്നു. രാവിലേക്ക് ആകുമ്പോ ഫിഷൊക്കെ എടുക്കുമല്ലോ. അപ്പൊ നമ്മള് ചാവക്കാട് എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മറ്റേ റോഡും വഴികളൊക്കെ അടിപൊളി റോഡായിട്ട് ഓടിക്കാനല്ലേ വെച്ചാ. നമ്മൾ വന്ന റോഡ് ഏതായിരുന്നു? ഏത് വഴിയാ നമ്മള് വന്നത്? ഹൈവേ തന്നെയാണത്. ഹൈവേ കൂടെയുള്ള റോഡ് കൊള്ളാം, അടിപൊളിയാണ്. അപ്പൊ ചാവക്കാട് എത്തി. ഞാനിപ്പോ ഒരു 7-ൽ 8-ൽ വന്നിട്ടില്ല. 7ാം ക്ലാസ്സിലേക്ക് ആയിരുന്നപ്പോ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സംഭവം. ഇവൻ കുട്ടിയായിരിക്കും പോകുന്നത്. 7-ൽ ഇഷ്ടംപോലെ വന്നിട്ടൊക്കെ ഉണ്ട്. 7 പഠിക്കുമ്പോ വന്നു, 8 വന്നിട്ടില്ല, 9 വന്നിട്ടില്ല. ഇപ്പൊ 9 വെക്കേഷൻ ആയപ്പോ ഇവിടെ വരാൻ പറ്റി. പിന്നെ അത് ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, അതില് ലിങ്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഫേസ്ബുക്ക് അതിലുണ്ടാവും ആ ഫോട്ടോസ് ഒക്കെ. അല്ലേ ഞാൻ അതൊന്നുമില്ല, അത് കൊറേ ഉണ്ടേ. എന്നെ പിടിച്ചാൽ കിട്ടൊന്നുമില്ല. ഞാൻ വെള്ളത്തിൽ കൊറ്റ ചാട്ടം ചാടും. ഇറങ്ങൊന്നുമില്ല കേട്ടോ. അങ്ങനെ പോവും. വെള്ളം ഇങ്ങനെ വരും, ഞാൻ പോവും. വെള്ളം വരും, പോവും. അങ്ങനെ ഇവിടെ കുറെ സംഭവങ്ങൾ വന്നിട്ടുണ്ടല്ലോ അല്ലേ? ശരിയാണല്ലോ. റൈഡും കാര്യങ്ങളൊക്കെ, മസാലപ്പൂരി, കുറെ റൈഡുകൾ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ കണ്ടിണ്ടാവും യൂട്യൂബില്. നമ്മുടെ കടപ്പുറത്തുണ്ടല്ലോ ഒരു സാധനം ഉണ്ട്, ഈ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കുന്ന സംഭവം. അതൊരു പാലം പോലെ ഇട്ടിട്ട് വൈറലായ സംഭവമാണ് അത്. ചാവക്കാടാ. കേരള സർക്കാരിന്റെ ടൂറിസത്തിന്റെ ഭാഗമായിക്കൊണ്ട് മുകളിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. അപ്പൊ അതിന് എത്ര രൂപ കൊടുത്താൽ നമുക്ക് പോവാം. അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് ഇവിടെ. അതെ, അത് മാത്രല്ല നമ്മുടെ ഈ ചാവക്കാട് കടപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കേരളത്തിലെ ഏറ്റവും അടിപൊളി കടപ്പുറ. അതെ, പേര് കേട്ട കടപ്പുറ ചാവക്കാട് കടപ്പുറം. ഈ ചാവക്കാടിന്റെ പേര് ശരിക്കും ഇതല്ല. അതെ അതെ, എന്താണ്ടായിരുന്നു പേര്? ചൗക്കട്ട്. ചൗക്കട്ട് എന്നാണ് ഇതിന്റെ പേര്. ചാവക്കാടിന്റെ പേരുണ്ടായിരുന്നു. 1900 ഓർമ്മയിലാണ്. 1970 എങ്ങാണ്ടാണ് പേര് മാറ്റിയതല്ലേ? മാറ്റിയത്. ശരി, 1970. അത് മറ്റുള്ള ജില്ലകൾക്കും ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളായിരുന്നു. അതെ, ആ പേരുകൾ മാറ്റുന്നതിന്റെ മുന്നേ ഈ പേര് മാറ്റി. അതെ, അതുപോലെ അതന്നെ തൃശ്ശൂർ ഉണ്ടല്ലോ, തൃശ്ശൂർ പേരൂർ എന്നല്ലേ? അതെ, തൃശ്ശൂർ പേരൂർ എന്നായിരുന്നു. അതെ, അങ്ങനെ മാറ്റി കേട്ടോ. അതെ അതെ, കുട്ടികളുടെ പാർക്ക്. അതെ, അങ്ങനെ കുറെ സംഭവം ഇവിടെ ഓൾറെഡി ഉള്ളതാണ് ആ കാണുന്നത്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കണം. അവിടെ ഈ ചിൽഡ്രൻസ് പാർക്ക് പോലെ അല്ലേ? ചിൽഡ്രൻസ് പാർക്ക് പോലെ. ഇതൊക്കെ നമ്മുടെ ഈ ചെറിയ പിള്ളേരുടെ ഇതില്ലേ, ട്രെയിനില്ലേ, തീവണ്ടി. കുട്ടികളുടെ തീവണ്ടി. അതെ, പിന്നെ അതെന്താന്ന് വെച്ചാല് ആ സംഭവം നമ്മുടെ ഈ പിള്ളേരുണ്ടല്ലോ, ഈ ചാടും അതിന്റെ മുകളില്, എന്നിട്ട് അവരിങ്ങനെ പൊന്തും. ചാടും പൊന്തും, ചാടും പൊന്നതാണ് ഈ സംഭവം. യൂട്യൂബിൽ തന്നെ ഉണ്ടല്ലോ നമ്മളൊക്കെ. അതുപോലെ കണ്ടോ, കടലിന്റെ ഭാഗമാണ് കാണുന്നത് കേട്ടോ. അവിടെ ഒത്തിരി ആൾക്കാർ ഈ സമയത്ത് ഒരു 5 മണിക്ക് ശേഷം ഒരുപാട് ആൾക്കാർ ഇതുപോലെ എന്റർടൈൻമെന്റിന് വേണ്ടിട്ട് ഇവിടെ വരും. പിന്നെ കടലിനെ കാണുന്നതും ആനേനെ കണ്ടാലും എത്ര കണ്ടാലും മതി വരില്ല. അതാണ് കടലിന്റെ ഒരു പ്രത്യേകത. എത്ര കടൽ കണ്ടാലും മണലവിടെ. അതാണ്. പിന്നെ നമ്മുടെ കടപ്പുറത്ത് വന്നതിനുള്ള പ്രതാപിക്കണ്ടല്ലേ, ഞാൻ പറഞ്ഞ സംഭവം കണ്ടല്ലോ, ചാടണ്ട. ഇതൊന്നല്ല, നല്ല ചാട്ടം കണ്ട് നല്ല പൊക്കം പോവും. പക്ഷെ അത്ര ഇല്ലെന്ന് തോന്നുന്നേ, പേടിച്ചിട്ടാവും ചിലപ്പോ. അവനാ പാട്ടിനൊപ്പം ചാടിക്കൊണ്ടിരിക്കും. ഒരു പാട്ട് വെച്ചിട്ടുണ്ട്. കടപ്പുറത്തേക്ക് പോയല്ലോ നമുക്ക് കടലൊന്ന് കാണുന്നു. അതില്ല, നല്ലോണം തിരമാലയൊക്കെ വരുന്നുണ്ട്. എന്നെ കണ്ടോണ്ടാന്ന് തോന്നുന്നു, എന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. വന്ന് ചെരുപ്പൊന്നും ഊരിട്ടില്ല, ചെരുപ്പ് ഊരണം. കുറെ ആൾക്കാരുണ്ട് കേട്ടാ, ഇഷ്ടം പോലെ ആൾക്കാരവിടെ വന്നിരിക്കണത്. അത് നോക്കി അവിടെയൊക്കെ ഒരു റേസിംഗ് ബോട്ട് പോലത്തെ ബോട്ട് സഫാരിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കണത്. കണ്ടില്ലേ? അപ്പൊ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാ സഫാരിയൊക്കെ നടത്തയില് എന്ത് ഭംഗിയാ നോക്കിയോ. അയ്യോ, എന്ത് രസാ, കൊള്ളം. അപ്പൊ ഞങ്ങളുടെ കടപ്പുറത്തൊരു കാക്കയും കൂടി ഉണ്ട്, കണ്ടില്ലേ? ഓക്കെ, ആൾക്കാര് മാത്രല്ല, കാക്കയും കൂടി ഉണ്ട്. അയ്യോ, പറഞ്ഞു ഇല്ലാട്ടോ, പറഞ്ഞിട്ടില്ല. ധൈര്യത്തോടൊക്കെ ഉണ്ട്. നോക്കിയോട്ടെ. ഇല്ല, അത് പറന്നുപോയി.
കടലിലേക്ക് ഇറങ്ങാൻ പോട്ടെ ഞങ്ങള്. കടലിലേക്ക് ഫുള്ളായിട്ട് ഇറങ്ങാൻ പോവില്ല, തിരമാല നല്ല ശക്തി ഉണ്ട്. ഞാൻ ആദ്യം ഇറങ്ങിയാണ്, അച്ഛനപ്പോ പാന്റിന്റെ ഒന്ന് കേട്ടിട്ടുണ്ടായിരുന്നു, പാന്റൊക്കെ ഒന്ന് കയറ്റിട്ട് സെറ്റാക്കി. അച്ഛനോട് പറഞ്ഞ ഷോർട്സ് ഇട്ടാ മതി, അത് ജോലിയിൽ നേരെ ഇങ്ങോട്ട് വന്നു. നല്ല കേട്ടോ, നല്ല നല്ല തിരമാലയ്ക്ക് മേലെ ശക്തി. അതെ, ഞാനിതിപ്പോ ഒരു 5:30 ആയി കാണും. ഞാൻ എത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇപ്പൊ വെട്ടത്തിന്. ഞാൻ അച്ഛനോട് പറഞ്ഞു ചിലപ്പോ ഇപ്പൊ പോയിക്കാൻ വരെ ചുവപ്പിക്കില്ല, വെട്ടം കിട്ടുമെന്നൊക്കെ. കാരണം അത്രയും സമയമായിട്ടില്ലല്ലോ. അത് 6 മണിക്ക് ശേഷം ഒരു 6:30 കഴിഞ്ഞാല് 6:30-7 മണിയൊക്കെ ആകുമ്പോ അപ്പോഴാണ് ഒരു റെഡ് കളർ വരുന്നത്. അത് തന്നെ. ആ അടിപൊളി, വലിയൊരു തകർത്ത് അടിപൊളി വലിയായിരുന്നു. അല്ലേ വലിയ മൊത്തം നനഞ്ഞു. അച്ഛന്റെ പാന്റ് എന്തായാലും മൊത്തം നനഞ്ഞിട്ടുണ്ട്. അച്ഛനക്ക് ഇവിടെ മാത്രല്ല പോവാള്. തിരമാലയ്ക്ക് നല്ല ശക്തി ഉണ്ടല്ലേ? നല്ല ശക്തി ഉണ്ട് കേട്ടോ, നല്ല ശക്തി ഉണ്ട്. കടപ്പുറങ്ങളിലൊക്കെ വന്നാണ്ടല്ലോ. ഇപ്പൊ എന്റെ കാല് കണ്ടോ, നോക്കിക്കോ, ഈ കാല് വെള്ളം വന്നാ അയ്യോ എന്ത് ശക്തിയിലാ വരുന്നത്. വെള്ളം വന്ന് കണ്ടാ. ഓ, ഞാൻ പറഞ്ഞ വെച്ചാൽ വെള്ളം വന്നാലുണ്ടല്ലോ നമ്മുടെ കാലുണ്ടല്ലോ, അതെ കാല് താഴത്തേക്ക് പോവും, എന്നിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ടോ നമ്മളെ. അല്ല അതുപോലെ തിരമാല ഉണ്ട് കണ്ടാ, നല്ല ശക്തിയായിട്ടാ വരുന്നത്. ഓ, അത്യാവശ്യം ശക്തിയൊക്കെ. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞില്ല അച്ഛാ, മറ്റേ പാലം, അതായത് വെള്ളത്തിന് അതാ കാണാണ് കണ്ടില്ലേ, അവിടെയാണ് ആ പാലുള്ളത്. അവിടെ അതുപോലെ തന്നെ സ്പീഡ് ബോട്ട് ഉണ്ട്. അണ്ണാണ് ഞാൻ പറഞ്ഞിരുന്നത്, സ്പീഡ് ബോട്ട് ഉണ്ട്. അതില് സ്പീഡ് ബോട്ടിൽ ആൾക്കാരെ കയറ്റിട്ട് ബോട്ട് സവാരി കാറിലൊക്കെ ബോട്ട് സവാരി, സ്പീഡ് ബോട്ട് ഇങ്ങനൊക്കെ പോവാറ്. കണ്ടാലോ കുറച്ച് അടിപൊളിയാണ്. ഇപ്പൊ വെക്കേഷൻ സമയമൊക്കെ ആയതായിരുന്നു തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടല്ലോ അവിടെയൊക്കെ, അത്യാവശ്യം ആൾക്കാരുണ്ട്. അതായത് ഈ സമയമാകുമ്പോ ഒരു 5 മണി, ഒരു 4 മണിക്ക് ശേഷം അസ്തമയം വരെ കംപ്ലീറ്റ് ആൾക്കാരുണ്ട്, നിറച്ച ആൾക്കാരുണ്ട്. കാരണം ഒരു എന്റർടൈൻമെന്റ് ആണ് എല്ലാവർക്കും. അതെ, എന്റർടൈൻമെന്റ് കൂടെ. തിരമാലയ്ക്ക് നല്ല ശക്തി ഉണ്ട് കേട്ടോ, നല്ല ഉപ്പിന്റെ മണം അല്ലേ? ഉപ്പിന്റെ മണം. എന്റെ കയ്യില് മൊത്തം ഉപ്പും മണലൊക്കെ. അപ്പൊ എന്താന്ന് വെച്ചാ നമ്മള് നനയില്ല എന്ന് വിചാരിച്ച് ഇവിടെ വരണ്ട, നനഞ്ഞിരിക്കും, നമ്മളെ നനയിച്ചിരിക്കും. ഷോർട്സ് ഇടാൻ വേണ്ടി വിചാരിച്ചാ, പക്ഷെ ഞാൻ 3/4 ആണ് ഇട്ടത്. അത് മാത്രല്ല, നമ്മുടെ ഈ ചാവക്കാട് കടപ്പുറം ഉണ്ടല്ലോ, മുന്നേ വന്നപ്പോ ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു, ഞാനിപ്പോ മുന്നത്തെ പോലെ തന്നെയായി. ഉണ്ടല്ലോ നിക്കൊന്നുമില്ല, അവിടെ ഇരിക്കും അല്ല, അവിടെ ഇരുന്നിട്ട് മൊത്തം കളിയാ. പിന്നെ അവിടെ കുറെ പിള്ളേർ ഐറ്റംസ് ചോദിക്കണ്ട കളിക്കണ്ട. അതേപോലെ ഞാൻ മുന്നേക്ക് ഇതേപോലെ ഞാൻ കണ്ടോ ചാടുക, മറിയ, കടക്കുക, ആഴ്ച കുറച്ച് ഇറങ്ങിയിരിക്കാം നമുക്ക്. വല്ലാണ്ട് ഇറങ്ങിപ്പോണ്ട, നമ്മള് ഫുള്ള് കുളിക്കും. നമ്മള് ഫുള്ള് കുളിക്കും. നമ്മള് അച്ഛന് എന്താണ് ചാവക്കാട് കടപ്പുറത്തെ കുറിച്ച് പറയാനുള്ളത്? ചാവക്കാട് കടപ്പുറം എന്ന് പറഞ്ഞാല് നല്ല സ്റ്റൈലാണ് ഇവിടെ ഒന്ന്. രണ്ടാമത് ഭയങ്കര കണ്ടു ഇങ്ങനെ ഇറക്കം അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോ അച്ഛൻ ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ്. അച്ഛൻ ആദ്യമായിട്ട് എന്താ നല്ലത് കടപ്പുറം കാണാൻ? കടപ്പുറം കാണാൻ വേണ്ടിട്ട് കൊറേ മുന്നേ വന്നത്, അതൊന്നും ഓർമ്മയില്ല. ചെറുപ്പത്തിലൊരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ ശേഷം. 10ാം ക്ലാസ്, ഞാനിവിടെ 9ാം ക്ലാസ്, 7ാം ക്ലാസ്, 5ാം ക്ലാസ് ഒക്കെ. നമ്മള് പിന്നെ അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞ വേറെ വ്യത്യാസം. നമ്മളങ്ങനെ എവിടെയെങ്കിലും ടൂറ് പോകുമ്പോ മാത്രം കടലിലേക്ക് പോവുക, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ എല്ലാവർക്കും. അച്ഛൻ ഇഷ്ടംപോലെ സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ടല്ലേ? മൂന്നാറ്, ഊട്ടി, കൊടൈക്കനാല്. എനിക്ക് ഊട്ടി പോകണമെന്നുണ്ട്, പക്ഷെ ഊട്ടി നമ്മുടെ പാവങ്ങളുടെ ഊട്ടി, അത് പാലക്കാട്. പാലക്കാട് അവിടെ നമുക്ക് ഒരു ദിവസം പിടിക്കാം. നെല്ലിയാമ്പതി നല്ല സ്ഥലമാണെന്ന് പറഞ്ഞത്. നല്ല വേറൊരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാ. നമ്മൾ ഈ കടലിനുണ്ടല്ലോ എത്ര നേരം നോക്കി നിന്നാലും നമുക്ക് മതിയാവില്ല, അത്രയും രസമാണ് കടലിൽ. കാരണം ഓരോ സിനിമകൾ എടുത്തു നോക്കിയാൽ അറിയാം, എന്തെങ്കിലും ഒരു ഇമോഷണൽ വന്നാല്, സന്തോഷം വന്നാല് ഒക്കെ കടലിന്റെ അവിടെ വന്ന് നിൽക്കും. പണ്ടത്തെ ജയറാമിന്റെ പടത്തിലൊക്കെ ഒക്കെ കടലാണ്. ഇത് നമ്മളെ ചതിക്കാട്ടെ കടല്, നമ്മളെ ഇറക്കി ഇറക്കി കൊണ്ടുപോകും. അത് ഇവിടെ വെക്കണ്ടായിരുന്നോ? കയറി വന്നു, കണ്ടില്ലേ? കയറി വന്ന്
അതിപ്പോ തന്നെ പോവും. അതിപ്പോ തന്നെ പോകടാ. അടിച്ചു കയറ്റി. ഞാനൊന്ന് ആ പിന്നെ ഈ ബനിയൻ ഉണ്ടല്ലോ നമ്മള് മാക്സ് ഫാഷൻ വാങ്ങിച്ചതാ. അപ്പൊ ഇതിന്റെ ലിങ്ക് അടി കൊടുക്കണം, എല്ലാരും കാണണം. വേറൊരു കാര്യം പറയാനുണ്ട്. എന്നിട്ടാ അന്തിക്കടപ്പുറത്തോരോലക്കൂടെ എടുത്ത് നാലും കൂട്ടി ആരാണ്? ആരാണ് എനിക്കറിയില്ല. എനിക്കറിയില്ല പാട്ടറിയില്ല. ഞാനല്ല പരുന്തല്ല തുറകളല്ല. അതന്നെ ചെമ്മീസിമേല് പാട്ട് പാടണ തുറയറിയൻ അങ്ങേ കടവില് പള്ളിയുറങ്ങാൻ പോകണാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ടൂറിസ്റ്റുകളെയും ആൾക്കാരെയൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. വല്ല പ്രശ്നം എന്ന് പറയാൻ വേണ്ടി കണ്ടില്ലേ, മഞ്ഞ ഷർട്ട് ഇട്ടൊരു ചേട്ടൻ നടക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആള് പരിഹരിക്കും. ഇവിടെ നീന്താ അറിയാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ പറയുക ചെല്ലേ സാർ. പിന്നെ പരമാവധി നമ്മള് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കടലാണ് ആ ഒരു ബോധം നമ്മൾക്ക് എല്ലാവർക്കും. കുട്ടികളെ ഇറക്കി വിടാതിരിക്കുക, കുട്ടികളെ പുറത്ത് നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ തിരമാലകൾക്ക് നല്ല ശക്തി ഉണ്ട്. കണ്ടു ഇവിടെ ഞങ്ങള് മാത്രമേ ഈ ഭാഗത്ത് വെക്കണുള്ളൂ, ബാക്കിയുള്ളവർക്ക് അല്ലറക്കത്തിൽ വെക്കണം. അതാ പറഞ്ഞത്. നമ്മള് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ. പിന്നെ എന്താ വെച്ചാൽ കടല് നമ്മളെ ആകർഷിക്കും. കടലിങ്ങനെ ഇറങ്ങി പോവാ, നമ്മളൊപ്പം ഇറങ്ങി പോവും. തിരമാലണ്ട് കയറി വരും, അതിനൊപ്പം നമ്മൾ തിരിച്ചു കയറി നമ്മളെ കൊണ്ടുപോകും. അതുപോലെ ഇംഗ്ലീഷ് സിനിമകൾ എല്ലാ സിനിമയിലും കടലിൽ വീണതിനുണ്ടല്ലോ എല്ലാ നടന്മാരെ മാത്രം, പിന്നെ അതിലെ മെയിൻ ആക്ടേഴ്സിനൊക്കെ ഉണ്ടല്ലോ കടലിൽ കൊണ്ടുപോയി ഇങ്ങനെ വെക്കും. അതെ, രക്ഷപ്പെടുത്തും കടലിൽ. അങ്ങനത്തെ പ്രത്യേകം കൂടി ഉണ്ട് എല്ലാ സിനിമയിലും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ജുമാൻജി സിനിമയിലൊക്കെ ഹെലികോപ്റ്ററിനൊക്കെ താഴെ വീണിട്ട് നാട്ടിലേക്ക് നാടുകടലിൽ ആലോചിക്കേ. ഒന്നും വേണ്ട, നമ്മുടെ ദിലീപേട്ടന്റെ സിനിമയില്ലേ അതുകൂടി ശരി തന്നെ. അതിലും അങ്ങനെ തന്നെ. എന്താ വെച്ചിട്ടുണ്ടെങ്കില് കടലിന് ആവശ്യമുള്ളത് മാത്രമേ കടലിൽ സ്വീകരിക്കുള്ളൂ, അല്ലാത്തൊക്കെ മുകളിലേക്ക് കയറ്റിടും. മനസ്സിലാവണ്ട, അതാണ്. അവിടെ നിന്ന് ഓരോരോ വള്ളങ്ങളല്ലല്ലോ, വള്ളാണത്. മീൻ പിടിക്കാൻ പോയ വള്ളാണ് വരുന്നത്. ഇവിടെ ഞാൻ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വള്ളത്തില് മീൻ വരും. അതായത് ബോട്ടില് മീൻ വരും. അതെ. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഓരോ വള്ളത്തിന് ഓരോ പേരുകളാണ്. അതുണ്ട്, ഓരോരുത്തരുടെ വള്ളങ്ങളാണത്. അതെ, അത് ഈ കുമരകപ്പാത്തിലെ ഹൗസ് ബോട്ടിനും അതെ, ഓരോ ഹൗസ് ബോട്ടിനും വീട്ടുപേര് പോലെ ആ സ്വർണ്ണത്തിൽ എഴുതി. അത് ഓരോരുത്തരുടെയാണത്, ഓരോരുത്തരുടെ സ്വന്തമായിട്ടുള്ള. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഓടുന്ന ബസ്സുകളെ പേര് ഓരോ ബസ്സിനും ഓരോ വ്യത്യസ്ത ഓരോ ഓണർമാരാണ് അതിന്. എന്തായാലും നമ്മുടെ മണ്ണെണ്ണക്കാനല്ല അതുപോലെ കാണുമ്പോലെ എന്തായാലും നമ്മുടെ ചാവക്കാട് കടപ്പുറം അതേപോലെ തന്നെ മേഖലയില് ഏറ്റവും അതേപോലെ തന്നെ അടിപൊളി. അത് കുറെ പിള്ളേരുണ്ടാക്കി വെക്കണത്. അത് വെള്ളം വന്ന് കേറിയപ്പോഴേ ഇടിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവിടെ എത്തി. ഈ സ്ഥലമാണ് നമ്മള് പറഞ്ഞ ആ സ്ഥലം. ഇവിടെ അങ്ങോട്ട് പ്രവേശനമില്ല, ടിക്കറ്റ് എടുക്കണം. എവിടെ വള്ളം നിൽക്കുന്നുണ്ട്. ഇവിടെ സ്പീഡ് ബോട്ടും ഉണ്ടല്ലാത്ത വള്ളം. സ്പീഡ് ബോട്ട് ഈ വള്ളം എന്തിനാന്നറിയോ? ഈ സ്പീഡ് ബോട്ടില് നമ്മൾ കൊണ്ടുപോകുമ്പോ എന്തെങ്കിലും അപകടം പറ്റിയാൽ അവര് വീണ് കഴിഞ്ഞാല് പൊന്തി കിടക്കാനാണ് ഈ ജാക്കറ്റ് ഇടിക്കുന്നത്. അപ്പൊ വെള്ളത്തിൽ പൊന്തി കിടക്കല്ലോ, അപ്പൊ ഈ ബോട്ടിൽ പോയിട്ട് ആൾക്കാരെ രക്ഷിക്കും. അത് കൊള്ളാം, നല്ല പരിപാടിയാണ്. അടുത്ത സഫാരിക്കുള്ള ആൾക്കാരാണ് നിൽക്കുന്നത്. ഇവിടെ ഐസ്ക്രീം എല്ലാ പേരും ഉണ്ട് കേട്ടോ. പട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടല്ലേ ചാ, എല്ലാ സംഭവം ഉണ്ട് ഇവിടെ. അതെ, പട്ടങ്ങളൊക്കെ വാങ്ങിക്കാൻ. അവിടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടാ. അതിവിടെ ഓൾറെഡി ഉള്ളതാണ് കേട്ടോ, പുതിയതായിട്ട് വന്നൊന്നുമല്ല. കാരണം അത് ഇവിടുത്തെ ടൂറിസ്റ്റ് മേഖലയാണല്ലോ നമ്മുടേത് കടപ്പുറം. അപ്പൊ ഇവിടെ വരുന്ന കുട്ടികൾക്ക് കളിക്കാനും അതിനുള്ള എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇത് അതായത് വൈകുന്നേരം ആയി കഴിഞ്ഞാല് സൂര്യാസ്തമയം ആവാറാകുമ്പോ ഒരു ചൂടൊക്കെ കുറയും ഇവിടുത്തെ. അപ്പൊ നല്ല ഈ കടൽക്കാറ്റൊക്കെ കൊണ്ട് ഇത് കാൽമ കുത്തിക്കേറുന്ന നോക്കണം, ചെരുപ്പിട്ടിട്ടില്ല അതുകൊണ്ട്. അവിടെ എത്തിക്കണ്ടില്ല, അവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് BBC ടൂറിസം. അതെന്ന് വെച്ചാൽ സഫാരിക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. പിന്നെ ഇവിടെ ഒരു മണിക്കൂർ അരമണിക്കൂർ കണ്ട് കാർ സഫാരിയും കൂടി ഉണ്ട്. കണ്ടില്ലേ, കാറില് റൈഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ
മരുഭൂമിയിലൊക്കെ കാണുന്നില്ലേ ജീപ്പ് പോലത്തെ തന്നെ നമ്മുടെ ഈ അറബി ഒട്ടകം ആ സിനിമയില് രക്ഷപ്പെടാൻ അങ്ങനെന്തിനു വേണ്ടി അങ്ങനത്തെ വണ്ടിയാണ്. അപ്പൊ നമ്മള് 6 മണിയൊക്കെ ആകുമ്പോഴേ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോ ഇവിടെ ഞാൻ പറഞ്ഞില്ല ചൂടൊക്കെ കുറഞ്ഞ് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല സുഖമായിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കടൽക്കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാം. കടലിലേക്കൊക്കെ നോക്കി ഒരു കപ്പലണ്ടി കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായി. ഞാൻ തന്നാ മതി കപ്പലണ്ടി കൂടി ഉണ്ടെങ്കിൽ അടിപൊളി അടിപൊളിയാവും. കടപ്പുറത്ത് ഇങ്ങനെ സൂപ്പറായിട്ട് നമുക്ക് ഇരിക്കാം. വെയിലും കാര്യമൊന്നുമില്ല, എന്ത് രസാ. പാന്റ് മൊത്തം വെള്ളം നനഞ്ഞുട്ടോ. പിഴിയുമ്പോ വെള്ളം നമ്മളെ ഈ വെള്ളം നല്ല നല്ലതാ. കാരണം എന്താ വെച്ചാൽ കാറ്റ് വരുമ്പോഴേ രസാന്നറിയും. ഇതൊരു സുഖക്കാരടിക്കുമ്പോ. അപ്പൊ ചാവക്കാട് കടപ്പുറം നല്ലൊരു നമ്മുടെ ഈ ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അതുപോലെ ഇഷ്ടം പോലെ 1 2 3 4 5 6 10 11 12 13 കുറെ ഉണ്ട് ഇതേപോലെ കൂടാരം പോലെ കിട്ടിയിട്ട് കുറെ ആൾക്കാർക്ക് ഇഷ്ടം പോലെ. അതൊരു പാർക്കാട്ടോ സ്പേസ്. ഇതാണ് പറഞ്ഞ പാർക്കുള്ളത്. അവിടെ ഒരു വലിയൊരു ആമേന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെ അവിടെ പണി നടന്നോണ്ടിരിക്കുക. അവിടെ പെയിന്റ് അടിക്കുക. അവിടെ സർവീ അതായത് അവിടെ പെയിന്റും കാറിലൊക്കെ അടിച്ചോണ്ടിരിക്കും ഒന്നുകൂടി ഭംഗിക്ക്. ചിലപ്പോ വെള്ളമൊക്കെ കയറി അതായതോ കൊള്ളാം കേട്ടോ. അത് അടിപൊളി സ്ഥലമാണ്. എല്ലാരും പരമാവധി ഇവിടെ തൃശ്ശൂരുള്ള ആൾക്കാരാണെങ്കിൽ ചാവക്കാട് കടപ്പുറം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, പറയേണ്ട ആവശ്യമില്ല. ചാവക്കാട് കടപ്പുറം എന്താണ് എവിടെയാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ചാവക്കാട് കടപ്പുറം എവിടെ? ചാവക്കാട് അല്ല. 8ല് പഠിക്കുമ്പോഴേ കടല് പേടിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു ഇംഗ്ലീഷ് സിനിമ ഉണ്ട്. ആ സിനിമയിൽ കടലിലെ വെള്ളം ഇങ്ങനെ ഒത്തിറങ്ങിപ്പോ ലാസ്റ്റ് ആൾക്കാർ നടക്കും അതിൽ കൂടെ. കുറച്ച് കഴിഞ്ഞപ്പോ ആ കടലിലെ വെള്ളമൊക്കെ തിരിച്ചു വരും. ആ സ്ഥലവും സിറ്റി എല്ലാം തെറിച്ചുണ്ടു. അതിനുശേഷം ആലോചിക്കും ഇതെങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ആൾക്കാർ ഇറങ്ങിപ്പോയിട്ട് അങ്ങനെ വരുന്നില്ല. എന്നാലും വന്നു പിരാനൊക്കെ ഉണ്ടല്ലോ. അയ്യോ ആ പിരാനൊക്കെ വരണേ. ടോയ്ലറ്റുകളുണ്ട്. നമ്മളിപ്പോ ഇപ്പൊ നമ്മള് ഡ്രസ്സ് ഇട്ടിട്ട് നമ്മള് കടലിലേക്ക് കുളിക്കാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാല് വെള്ളം മാത്രല്ല മണല് മൊത്തം കയറാം. നമ്മളെ ശരീരത്തിൽ മൊത്തം മണലാവും. അപ്പൊ നമ്മളത് വന്നിട്ട് ഇവിടെ ബാത്റൂം ഉണ്ട്, അവിടെ പോയിട്ട് നമുക്ക് കഴുകി. അപ്പുറത്തെ സൈഡില് കായലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോരം പായലും കാര്യങ്ങളൊക്കെ അല്ലേ കായല് പറ്റിച്ചേത് കായലൊന്നല്ല. പെട്ടെന്ന് കാണുമ്പോ കായലായിട്ട് തോന്നും ആൾക്കാർക്ക്. പക്ഷെ കായലൊന്നല്ല, വെറും പുല്ലും സംഭവങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് ഇരിക്കാനുള്ള സംവിധാനം. ഇതിന്റെയൊക്കെ ഇരുമ്പൊക്കെ പോയിരിക്കുന്നു. ഇതിന്റെയൊക്കെ ഇരിക്കാനുള്ള സ്റ്റീലൊക്കെ പറഞ്ഞു. ഇത് കാറ്റാടിമരം എന്ന് പറയും. ഇത് ശരിക്കും കാറ്റ് വീശുമ്പോണ്ടല്ലോ, ശരിക്കും കാറ്റ് വീശുമ്പോ ഒരു ഷൂളം വിളിക്കുന്ന ശബ്ദം. അങ്ങനെ ഒരു ശബ്ദം വരും. അതാണ് കാറ്റാടിമരത്തിന്റെ പ്രത്യേകത. അത് കടപ്പുറ ഏരിയകളിൽ കൂടുതൽ. ഇപ്പൊ നമ്മള് ചാവക്കാട് നിന്ന് പൊന്നാനിക്ക് പോകുന്ന റൂട്ടിൽ കടപ്പുറ ഏരിയയില് കംപ്ലീറ്റ് ഉണ്ട് ഈ സാധനം കാറ്റാടിമരം. പിന്നെ നമ്മുടെ മുനമ്പുണ്ട്. അവിടെ ഒരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ. അവിടെ മറ്റേ എന്താ പറയാ ചാവക്കാട് കടലും അതുപോലെ തന്നെ ചേറ്റുവ പുഴയും കൂടി സംഗമിക്കുന്ന സ്ഥലമാണ് ഈ അഴിമുഖം എന്ന് പറയും അവിടെ. അപ്പൊ അത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോകുന്നവരുണ്ട് കേട്ടോ. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രൊട്ടക്ഷൻ അവിടെ. നമുക്ക് അങ്ങോട്ട് അടിച്ചെല്ലാനും കടൽ ഭിത്തിയൊക്കെ കെട്ടിയിട്ട് നമുക്ക് അകലെന്ന് ഇങ്ങനെ പിടിക്കാം, അല്ലെ കാണാനൊക്കെ പറ്റില്ല. നമുക്ക് അവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല. അവിടെ ഇറങ്ങാൻ പറ്റില്ല, ഇതുപോലെ ഇറങ്ങാൻ പറ്റില്ല അവിടെ. കാരണം അവിടെ സുരക്ഷ, കാരണം ആഴം കൂടുതൽ അങ്ങനെയൊക്കെയാണ് അവിടെ. ഒരുപാട് ആഴം കൂടുതലുണ്ട് അവിടെ. നമുക്ക് ഇവിടെ ഇറങ്ങാം. ഇവിടെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ട്. ഇവിടെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ട്, ഇറങ്ങാനുള്ള സ്റ്റെപ്പ്. ഞാൻ ഇവിടെ എത്ര വട്ടം വന്നിട്ടുണ്ടെന്ന് ഇതിന്റെ ഉള്ളിൽ കായ ഉണ്ടായി നോക്കി. കാറ്റാടിയുടെ മുകളിൽ ഒരു കായ ഉണ്ടായി. എന്തപ്പോ അതതിന്റെ വിത്തായിരിക്കാം. കാറ്റാടി മരം അല്ലല്ല, ഇതൊന്നും കാറ്റാടി മരല്ല. ഞാനിവിടെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്, പക്ഷെ ഈ സ്ഥലം ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളൊരു കാര്യം ആലോചിക്കണം, എന്താ അറിയോ, ഇതൊക്കെ കടലായിരുന്ന സ്ഥലമാണ്. കടലിന് ഇറങ്ങിയിട്ടാണ് അതുവരെ എത്തിയത്. ഇപ്പൊ മനസ്സിലാവുണ്ടോ? അപ്പൊ എന്തോരം ഉണ്ടായിരുന്നപ്പോ ആലോചിച്ച് നോക്കൂ, കടലിന്റെ വലിപ്പം. അപ്പൊ ഈ സ്ഥലം കടലായത് ഇറങ്ങിയിരുന്നില്ലേ? അത് കൊള്ളാലോ. ചുമ്മാ ഇവിടൊക്കെ ഇപ്പോഴും മണലോ? ഇവിടെ മണലാണ്. ഇവിടെ അതുവരെയൊക്കെ മണലാണ് നമുക്ക്. കാരണം അത്രയൊക്കെ ഉണ്ടായിരുന്നു കടൽ ആദ്യം. കടലിനക്കരെ പോണോ പൊന്നിന്, അത് ഭയങ്കര പടല്ലേ. ചെമ്മീൻ, അതാണ് ചെമ്മീൻ. അത് അവാർഡ് കിട്ടിയ പടല്ലേ. അതിപ്പോ എവിടെ നല്ല ഒരേപോലെ ഉണ്ടല്ലോ കാണുമ്പോ. കൊച്ചു മുതലാളി ഈ കടാപ്പുറത്ത് കിടന്ന് പാടി മരിക്കും. അതെ, അതുപോലെ നമ്മുടെ മമ്മൂട്ടിയുടെ പടയില്ലേ അമരം, അതില് പല സ്റ്റുഡിയോ എന്ന് കണ്ടാ പറയൂ. അമരം നല്ല പടം. അയ്യോ ഗംഭീരം. അതില് കടപ്പുറൊക്കെ ഇല്ലേ, ചിലതൊക്കെ സ്റ്റുഡിയോ എന്ന് കണ്ടാ പറയൂ വെച്ചാ അല്ലേ. കൊള്ളാം. എന്തായാലും അപ്പൊ നമ്മള് ആ സ്ഥലത്തിലേക്ക് എത്തിത്തുടങ്ങി. ഇവിടെ പിള്ളേരൊക്കെ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ കളിക്കല്ലായിരുന്നു, പല പല ജേഴ്സികളൊക്കെ ഇട്ട് ഇപ്പൊ ഇവിടെ എത്തി.
ഫുട്ബോൾ കളിയാണ്. മോഹൻലാൽ അഭിനയിച്ച ആദി എന്ന സിനിമയിലെ പല സ്റ്റണ്ട് സ്ഥലവും ഇതല്ല അല്ലെ? ഇതേപോലെ കടപ്പുറത്താണത്. അതെ ഉണ്ടായിരുന്നത്. അതെന്ന് വെച്ചാല് അതാ ഞാൻ പറയാൻ കാരണം, ഒരുവിധം കടപ്പുറങ്ങളിലൊക്കെ മറ്റേ സൈഡിൽ കാണാൻ പറ്റുന്നതാണ് ഈ കാറ്റാടി. അതെ, ആ സിനിമയില് കയറൊക്കെ കെട്ടി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അങ്ങനെ ചാടി പറന്ന് അങ്ങനെ കുറെ സീനൊക്കെ ഉണ്ട്, സ്റ്റണ്ട് സീന്. അതൊക്കെ ഇതേപോലൊരു സ്ഥലത്താണ്. അതെ, കൊള്ളാട്ടോ, അടിപൊളിയാണ്. ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ആ അറ്റം മുതൽ ഈ അറ്റം വരെ ഇങ്ങനെ കടലിന്റെ സൈഡിൽ കൂടെ ആൾക്കാർക്ക് ഇരിക്കാനും നടക്കാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങളാണ്. അതാണ് ഇങ്ങോട്ടൊക്കെ ആൾക്കാർ വരും. പിന്നെ അവിടെ അടുത്തുള്ളവർ ഇങ്ങോട്ട് ഇറങ്ങി വരും, ഇവിടെ ഇറങ്ങി വരും, അങ്ങനൊക്കെ വരും ഇവിടെ. കൊള്ളാം. എന്തായാലും കുപ്പിയൊക്കെ പറന്നു തന്നെ. കാറ്റേ അതിഗംഭീര കാറ്റാണ് ഇവിടെ. അതെ, നല്ല കാറ്റാ. കടപ്പുറം ഏരിയയിൽ മൊത്തം നല്ല കാറ്റാ. ഉപ്പ് കാറ്റ് നമുക്ക് അവിടേക്ക് പോവാല്ലേ? ഇവിടെ വെള്ളം അടുത്തിരിക്കുകയാണ് തന്നെ കരയിലേക്ക്. കുറെ വെള്ളങ്ങളുണ്ട് കേട്ടോ. ഇത് ഒരെണ്ണം മാത്രല്ല, 2-3 വെള്ളം കൂടി ഉണ്ട്. ഒരെണ്ണത് അവിടെ എത്തിയുണ്ട്. വെള്ളം തിരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ചാ? ഗൗരി വള്ളത്തിന്റെ പേര്. കൊള്ളാം. അത് കൊള്ളാം. അതിട്ട് ഞാൻ കാണുക. വേറൊരു വെള്ളം അങ്ങോട്ട് പോയി, തിരിച്ചു പോയി. അതെ, അങ്ങോട്ട് കയറ്റാണ് ഇപ്പൊ വെള്ളം. കരക്ക് വലിച്ചു കയറ്റുവാണ് പണ്ടൊക്കെ. അതെ, ഇതിപ്പോ മറ്റേ ഇതൊക്കെ ട്രാക്ടർ. കൊള്ളാം. ഇവിടെ അത് എത്തിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പൊ ഇവിടെ ഓരോ പെട്ടിന് ഓരോ വള്ളത്തിന് ഓരോ പേരുകളാണ്. ഗൗരി, അതുപോലെ തന്നെ കൃഷ്ണ, അങ്ങനെയൊക്കെ കുറെ പേരുകളൊക്കെ ഉണ്ട്. ഒരേ വെള്ളം ഇപ്പോഴാണ് ഇത് അടുത്തെത്തിയിരിക്കുന്നത്. വെള്ളം എത്തിയിട്ടുണ്ട്. പിന്നെ അത് ആ വണ്ടി വെച്ച് വലിച്ചങ്ങോട്ട് കയറ്റും. വെള്ളം കണ്ടില്ലേ? ആഹാ, ഇനി നമ്മളിത് ആദ്യം കണ്ടപ്പോൾ തന്നെ തിരിക്കുകയും ചെയ്യും. ഈ വള്ളത്തിന്റെ പേര് മാത തുണൈ. മാതയാണ് ഈ വെള്ളം തുണയ്ക്കുന്നത്. അങ്ങനെ കറുത്ത വരാം. വെള്ളത്തിപ്പോ തിരിക്കും ഇട്ടത്. ഈ വെള്ളം ഇപ്പൊ തിരിക്കും. ഇതിപ്പോ അപ്പൊ ഇനി കാണാം. അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും കൊള്ളാം. ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഐസ്ക്രീം ആണെങ്കിലും ഭക്ഷണമാണെങ്കിലും എല്ലാത്തിലും ഉണ്ട്. പിന്നെ ഇവിടെ കുറെ കാറ്റാടിയും മരങ്ങളും കണ്ടു. പിന്നെ ഇവിടെ കുട്ടികളുടെ പാർക്ക് കണ്ടു. പിന്നെ ഇത് കണ്ടു കുറെ വെള്ളം അതെ, കടൽ തന്നെയാണ് മെയിൻ. അത് നമ്മളെ വയ്ക്കണ്ടേ? ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും